Hi guys, welcome back to my channel. ഇന്ന് ഞാനൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ രാമേശ്വരം വരെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു, ഒരു റോഡ് ട്രിപ്പ്, വണ്ടി ട്രിപ്പ്. സോ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗ്. സോ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. ഞാൻ ഹരിയുടെ അച്ഛൻ, ഹരിയുടെ അനിയൻ. സോ നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് കൊല്ലത്തിൽ നിന്ന് പുറപ്പെട്ടു. നമുക്ക് തലേദിവസം തന്നെ RT-PCR ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നെഗറ്റീവായി. അതേമാതിരി പാസ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം തമിഴ്നാട് ബോർഡർ കിടക്കണം, അപ്പോൾ അതിന് പാസ് മസ്റ്റാണ്. സോ നമ്മളിപ്പോൾ തെന്മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകേണ്ട റൂട്ട് കൊല്ലം, തെന്മല, തെങ്കാശി, പുളിയങ്കുടി, ശങ്കരൻകോവിൽ, കോവിൽപ്പെട്ടി, രാമേശ്വരം. ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. സോ ഞങ്ങൾ ഒരു 12:30-1 മണിയായപ്പോൾ ഞങ്ങൾ തെന്മലയിൽ KTDCയിൽ ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ഊണിന് അവിടെ നിർത്തി. കാർമേഘം ഇരുണ്ട് വരികയായിരുന്നു തെന്മല ഭാഗത്ത്. ഞങ്ങൾ ബോർഡർ പാസിയെ നല്ല അടിപൊളി മഴ തുടങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല നല്ല അടിപൊളി കാഴ്ചകളും കണ്ടു. കുറേ കൃഷികൾ കണ്ടു കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് കൃഷികൾ കണ്ടു. പൊമഗ്രാനൈറ്റ് കൃഷി, നിലക്കടല, ഉഴുന്ന്, പിന്നെ ഒരുപാട് തരം ചീര. പിന്നെ വേറെ കണ്ടതാണ് സൂര്യകാന്തി കൃഷി. ഇടയിൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇത് ഭംഗിയേറിയും കാണാൻ. ഓരോ പൂവും നല്ല ഭംഗിയായിരുന്നു. നല്ല വലിയ വലിയ പൂവും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നിച്ച് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കാണാൻ. ഇത് വൈകുന്നേരമാണ്, അതുകൊണ്ടെല്ലാം കുറച്ച് തല താഴ്ത്തിയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, എന്ത് ഭംഗിയേറിയും കാണാൻ. നല്ല വലുപ്പമുണ്ട്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ രാമേശ്വരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു രാത്രി ഒരു 8:30-9 മണിയായപ്പോൾ ഞങ്ങൾ രാമേശ്വരം എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റൊന്നും കാണാൻ പറ്റാത്തതാണ്. നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാമേശ്വരം പാമ്പൻ പാലമാണ്. ഇപ്പോൾ രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പാമ്പൻ പാലമാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമുക്ക് പോകേണ്ട അമ്പലം, രാമേശ്വരം ടെമ്പിൾ. അതിൻ്റെ ഒരു മ്യൂറൽ പിക്ചറാണ്, ആ ഹോട്ടലിലുണ്ടായിരുന്ന ഒരു മ്യൂറൽ പിക്ചറാണിത്. സോ നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ ബുഫേ സിസ്റ്റം ഉണ്ടായിരുന്നു. ഓടിച്ചൊന്ന് കാണിച്ചു തരാം അവിടുത്തെ ഫുഡ്. അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് വെജിറ്റേറിയൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓൾറെഡി വെജാണ്. പക്ഷേ വെജിറ്റേറിയൻ നോൺ വെജ് കഴിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ് അവിടെ വെജിറ്റേറിയൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചാൽ വയറ് ഫുള്ളാക്കി. അന്നത്തെ ദിവസം കഴിഞ്ഞു. ട്രാവൽ ചെയ്തു വന്ന ക്ഷീണത്തിൽ ഉറങ്ങാൻ കിടന്നു. നമുക്ക് രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ട്രിപ്പാണ്. അപ്പോൾ രാവിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നേരത്തെ കിടക്കണമായിരുന്നു. അപ്പോൾ നേരത്തെ കിടന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ 28-ാം തീയതി രാവിലത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ അമ്പലം, രാമേശ്വരം ടെമ്പിളാണ്. ശിവനാണ് മെയിൻ പ്രതിഷ്ഠ. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു ജ്യോതിർലിംഗം ഇവിടെയാണ്, രാമേശ്വരം ടെമ്പിളിലാണ്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലേക്കാണ്. 1964 ഒരു സൈക്ലോൺ സുനാമി വന്നായിരുന്നു. അപ്പോൾ അതിൽ ധനുഷ്കോടി 1964 ഫുള്ളായിട്ട് വാഷ് ഔട്ടായി. ഇപ്പോൾ ഈ ഒരു 2-3 വർഷമായിട്ടാണ് റോഡൊക്കെ പുനർനിർമ്മിച്ചത്. ശരിക്കും ഹിസ്റ്ററിയിൽ അവിടെ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത്, അവർ പറഞ്ഞത് രാവണനെ കൊന്ന ശേഷം ഒരുപാട് കഥകളുണ്ട്. സോ ശ്രീരാമൻ വന്ന് ശരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് ധനുഷ്കോടിയിലാണ്. ഈ 1964 ഈ സൈക്ലോണിലെല്ലാം നശിച്ച ശേഷമാണ് ശങ്കരാചാര്യർ നശിച്ചതുകൊണ്ട് ആൾക്കാർക്കൊന്നും വരാൻ പറ്റാതായപ്പോൾ കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യാൻ വരാൻ പറ്റാതായല്ലോ. സോ അതിനുവേണ്ടി ശങ്കരാചാര്യരാണ് പിന്നീട് അത് രാമേശ്വരം ടെമ്പിളിൻ്റെ അടുത്തേക്ക് മാറ്റിയത്. ശരിക്കും ചെയ്യേണ്ടത് ധനുഷ്കോടിയിലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. സോ നമ്മൾ ധനുഷ്കോടിയിലാണ് വന്നത്. അപ്പം കഥ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കഥ ഞാൻ പറഞ്ഞുതരാം. പല കഥകളുണ്ട്, അതിലൊരു മെയിനായിട്ട് കേട്ട കഥ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. രാവണനെ കൊന്ന ശേഷം ബ്രഹ്മഹത്യാ പാപം ഉണ്ടായി. കാരണം രാവണൻ ബ്രാഹ്മണനാണ്.
സോ ബ്രഹ്മഹത്യാ പാപം തീരാൻ വേണ്ടിയിട്ട് രാമൻ ഒരു ശിവലിംഗം വേണമെന്ന് പറഞ്ഞു. ഹനുമാൻ അത് കൈലാസത്തു നിന്ന് എടുക്കാൻ പോയി. അപ്പോൾ പോയി വരാൻ വൈകിയപ്പോൾ സീതാദേവി തന്നെ മണൽ കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. അതിൽ അദ്ദേഹം പൂജകളൊക്കെ ചെയ്തു. എന്നിട്ട് അഗ്നിതീർത്ഥത്തിൽ, അതായത് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നതാണ് അഗ്നിതീർത്ഥം എന്ന് പറയുന്നത്, അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് സകല പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നാണ് ശാസ്ത്രം. പിന്നെ ഹനുമാൻ തിരിച്ചു വന്നു. അപ്പോൾ ഹനുമാൻ പൂജയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഹനുമാന് ഭയങ്കര സങ്കടമായി, ഈ ലിംഗം കൈലാസത്തു നിന്ന് കൊണ്ടുവന്ന ലിംഗം എന്ന് പറഞ്ഞിട്ട്. സോ ആ ലിംഗമാണ് നമ്മൾ രാമേശ്വരം ടെമ്പിളിൽ കാണുന്നത്. അപ്പോൾ അവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയുന്നത്. 1964 വാഷ് ഔട്ടായി എന്ന് പറഞ്ഞില്ലേ, ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ധനുഷ്കോടിയിലത്തെ. കണ്ടോ, ഒന്നുമില്ല, കാണാനേ ഒന്നുമില്ല, വെറും അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, പില്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ പഴയൊരു ചർച്ചാണ് ഇത്. ഇപ്പോൾ ഇവർ ഷൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും ഒരു ഹൊറർ എഫക്റ്റിലുള്ളൊരു ചർച്ചായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ ബേ ഓഫ് ബംഗാൾ കടലാണ്, ഭയങ്കര ശാന്തമാണ് കടൽ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ റോഡിൻ്റെ ഞാനിങ്ങനെ ഒന്ന് വട്ടം കറങ്ങി കാണിച്ചു തരാം. ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓഷനാണ്, ഭയങ്കര വിഗ്രസ് ആണ്. പക്ഷേ ബേ ഓഫ് ബംഗാൾ ഭയങ്കര ശാന്തമാണ്. അതിനും എന്തെങ്കിലും ഒരു കഥയുണ്ട് കേട്ടോ. അവിടുത്തെ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ആണ് കടൽ ശാന്തമായത് എന്നും ഒരു കഥ ഞാൻ എവിടെയോ വായിച്ചു, എവിടെയോ കേട്ടു. സോ എന്തായാലും കടൽ ഭയങ്കര ശാന്തമാണ് ബേ ഓഫ് ബംഗാൾ. നമ്മൾ രാവിലെ 8 മണിക്കാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂജകളൊക്കെ അതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് രാമേശ്വരത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ധനുഷ്കോടി ഇങ്ങനെ ക്രിയകളോ കർമ്മങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ധനുഷ്കോടിയിൽ വന്നിട്ട് ചെയ്യാം. ഭയങ്കര സൈലൻ്റാണ്, അധികം ആൾക്കാരില്ല. കാരണം പറഞ്ഞ പോലെ ധനുഷ്കോടിയിൽ ഇപ്പോൾ ആരും വന്ന് ചെയ്യാറില്ല. 1964 ശേഷം അധികം ആരും ചെയ്യാറില്ല. ഇപ്പോഴാണോ റോഡൊക്കെ ശരിയാക്കിയത്, ഇപ്പോഴാണ് മെല്ലെ മെല്ലെ ആൾക്കാർ വന്നത്. അതുകൊണ്ട് മിക്ക ആൾക്കാരും രാമേശ്വരത്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാമേശ്വരത്ത് തന്നെ അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പറ്റുമെങ്കിൽ ധനുഷ്കോടിയിൽ വന്നിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് ബാക്കി നമുക്ക് രാമേശ്വരം പോയി ബാക്കിയുള്ള 22 തീർത്ഥ കുളങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ തീർത്ഥത്തിലും കുളിച്ചാലും ഓരോ പുണ്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നതാണ് അഗ്നിതീർത്ഥം. ഇതിൽ ഒരു തുള്ളി തന്നെ സകല പാപങ്ങളും തലയിൽ വീണാലോ ദേഹത്ത് വീണാൽ തന്നെ സകല പാപങ്ങളും തീരുമെന്നാണ് പറയുന്നത്. അഗ്നിതീർത്ഥം എന്ന് പറയുന്നത് സോൾട്ട് വാട്ടറാണ്, കടലിലെ വെള്ളമാണ്, ഉപ്പുരസമാണ്. അതേമാതിരി ബാക്കിയുള്ള 22 തീർത്ഥങ്ങളിലും ഫ്രഷ് വാട്ടേഴ്സാണ് കേട്ടോ. സോ എത്ര ശാന്തമാണെന്ന് നോക്കൂ കടൽ. കുഞ്ഞു കുഞ്ഞു മീനുണ്ട് കേട്ടോ ഇടയിൽ. അപ്പം ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ രാമേശ്വരത്തു നിന്ന് അഗ്നിതീർത്ഥത്തിൽ കുളിച്ച് അതേമാതിരി അമ്പലത്തിൻ്റെ ഉള്ളിൽ അതല്ലാതെ 22 തീർത്ഥ കുളങ്ങളുണ്ട്, അവിടെയും കുളിച്ച ശേഷം വേണം, ഡ്രസ്സ് മാറ്റിയിട്ട് വേണം നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട്. ഇപ്പം ചെറിയൊരു ഐലൻഡ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിഭീഷണൻ്റെ ഒരു അമ്പലമാണ്. പിന്നെ അന്ന് പങ്കുനി ഉത്രമായിരുന്നു. പങ്കുനി ഉത്രത്തിന് മുരുകന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ദിവസമാണ്. സോ ഞാൻ സിനിമയിൽ മാത്രം കണ്ട കാഴ്ചയാണ് ഇത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ശൂലം ദേഹത്ത് തറച്ചും അവിടെയൊക്കെ പിയേഴ്സ് ചെയ്തിട്ടും നാക്ക് കൂടിയും വായിൽ കൂടിയൊക്കെ ശൂലം തറച്ചിട്ടും ഒക്കെ ആൾക്കാർ ഒരുപാട് ഗാങ്ങായിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അപ്പം ഇനി എനിക്ക് ക്യാമറ അലൗഡ് അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഒന്നും ക്യാമറ അലൗഡ് അല്ല. അമ്പലത്തിൻ്റെ ഉള്ളിലോ മൊബൈലോ ക്യാമറ ഒന്നും അലൗഡ് അല്ല രാമേശ്വരത്ത്. പറഞ്ഞ പോലെ ശിവനാണ് മെയിൻ പ്രതിഷ്ഠ. ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ അഗ്നിതീർത്ഥത്തിൽ കടലിൽ കുളിക്കണം. അതിനുശേഷം 22 തീർത്ഥ കുളങ്ങളുണ്ട്, ഫ്രഷ് വാട്ടേഴ്സിൻ്റെ കുളങ്ങളുണ്ട്. അതിൽ ഓരോത്തിലും അവിടെ ആളുണ്ട് വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട്. അവിടെ പോയി ഓരോ വെള്ളം ഒഴിച്ച് വാങ്ങാം. നമ്മൾ 22 തീർത്ഥം പറയുമ്പോൾ ശിവതീർത്ഥം, മഹാതീർത്ഥം, ഗായത്രി തീർത്ഥം, ശംഖുതീർത്ഥം, സരസ്വതി തീർത്ഥം, ഓരോ തീർത്ഥത്തിനും ഓരോ പുണ്യമുണ്ടെന്നാണോ പറയുന്നത്. അതെല്ലാം കുളിച്ച് ഭഗവാനെ തൊഴുത് ഞങ്ങൾ തിരിച്ചു മടങ്ങി. ഇതാണ് പാമ്പൻ പാലം. ഉച്ചക്കത്തെ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് നമ്മളെ രാമേശ്വരത്തിൽ നിന്നൊക്കെ കണക്ട് ചെയ്യുന്നത്. കടലാണ് കാണുന്നത്. സോ
നമ്മുടെ രാമേശ്വരം ട്രിപ്പ് ഇതോടെ വൈൻഡ് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ച് രാത്രി 12 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ എന്നെ മാതിരി നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.